ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പോക്കൺ ജർമ്മനിൽ യൂസ് ചെയ്യാൻ പറ്റിയ അതായത് കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് സെൻറ്റൻസുകളാണ്. നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട്, പൊളൈറ്റായിട്ട് ഹെൽപ്പ് ചെയ്യാവോ എന്ന് നമ്മൾ ചോദിക്കുന്ന കുറേ ടൈപ്പുകൾ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസുകളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വെച്ചാൽ ഹൗ ടു പൊളൈറ്റ്ലി ആസ്ക് ഫോർ ഹെൽപ്പ് ഇൻ ജർമ്മൻ. ജർമ്മനിൽ നമ്മൾ എങ്ങനെയാണ് പൊളൈറ്റായിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേതാണ് സയൻസ് ഈസ് സോ ലീവ്. സയൻസ് ഈസ് സോ ലീവ് എന്ന് പറഞ്ഞാൽ ബി സോ കൈൻഡ്, അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. രണ്ടാമത്തത് können Sie mir bitte helfen? Could you help me please? എന്നൊന്ന് സഹായിക്കാമോ എന്നൊരു മീനിങ് ആണ്. നമുക്കിവിടെ ക്വൻറ്റൻ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കൂടുതലും പൊളൈറ്റാണ്. പ്ലീസ് എന്നൊരു രീതിയിലുള്ള ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്വനൻ ആഡ് ചെയ്തും ഇവിടെ പറയാൻ പറ്റും. അതായത് können Sie mir bitte helfen എന്നും ചോദിക്കാം, können Sie mir bitte helfen എന്നും ചോദിക്കാം. ഇത് രണ്ടും ചോദിക്കുന്നതിൽ തെറ്റില്ല, രണ്ടും പ്ലീസ് ഫോം തന്നെയാണ്. അടുത്തതാണ് മൂന്നാമത്തത് ടാർ ഇഷ് സിയും ഹെൽഫ് ബെറ്റൺ മേ ഐ ആസ്ക് യുവർ ഹെൽഫൻ. നാലാമത്തത് പുരൻസി മിയ ബിറ്റെ ഐനൻ ഗഫാലൻ ടുൻ. അതായത് വുഡ് യു ഡൂ മി എ ഫേവർ, എനിക്ക് ഒരു ഫേവർ തരാമോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാമോ, ഒരു ഫേവർ ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തതാണ് können Sie mir einen Moment Ihrer Zeit geben? Could you spare me a moment of your time? നിങ്ങളുടെ സമയത്ത് നിന്ന് കുറച്ച് സമയം തരാമോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം എനിക്ക് വേണ്ടി തരാമോ എന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അടുത്തത് wenn es Ihnen recht ist würde ich gerne എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുക. അതിൻ്റെ മീനിങ് വരുന്നത് ഇഫ് ഇറ്റ്സ് കൺവീനിയൻറ്റ് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ആ കാര്യം പറയുക. ഓക്കെ. അടുത്തത് könnte ich Sie darum bitten, could I ask you to എന്ന് പറഞ്ഞിട്ട് എന്തിനാണോ ഹെൽപ്പ് വേണ്ടത് ആ കാര്യം ബാക്കി ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങളിത് മെയിനായിട്ടും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സും യൂസ് ചെയ്യുവാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ സ്പോക്കൺ ജർമ്മനിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.